സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ഫിലാഡൽഫിയ മാർത്തോമ ചർച്ച് സേവികാ സംഘം അവതരിപ്പിക്കുന്ന ലഘുനാടകം ക്രിസ്തുമസും വിശ്വാസവും. ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും യാദൃച്ഛികവും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുമാകുന്നു. ദൈവം തൻ്റെ സ്വന്തം പുത്രനെ കഷ്ടതകൾ നിറഞ്ഞതും വിശ്വാസികൾ കുറവുള്ളതുമായ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ പഠിപ്പിച്ചു. ആ ദൈവകുമാരൻ നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി കാലിത്തൊഴുത്തിൽ പിറന്നതിൻ്റെ ഓർമ്മയ്ക്കായി ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. ക്രിസ്തുമസ് സാന്താക്ലോസിൻ്റെയും വിവിധ വർണ്ണത്തിലും അലങ്കാരത്തിലും നമ്മൾ നിരത്തുന്ന ആർഭാടങ്ങളുടെയും സമ്മാനങ്ങളുടെയും മാത്രമാകാതെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എളിമയുടെയും പരസ്പരമുള്ള കരുതലിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളാകട്ടെ മാറ്റങ്ങളാകട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ ആരംഭിക്കുന്നു. എന്താ മനുഷ്യ രാവിലെ തന്നെ തൊള്ള തുറന്ന് കിടന്ന് കീറുന്നേ? പൂമുഖത്തേക്കൊരു ബ്ലാക്ക് ടീ. നിങ്ങൾ പത്രം വായിച്ച് ചായയും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. ഇന്ന് എന്തുവാ ദിവസമെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പിന്നെ ഓർമ്മയില്ലാതെ നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മറക്കുവോ? ഹാപ്പി ബർത്ത്ഡേ മൈ വൈഫി. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് അതും എന്താന്നറിയത്തില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത്. ഇന്നല്ലേ അത്? പിന്നെ എന്താണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസമാ. ക്രിസ്മസ് ആയിട്ട് വല്ല പിരിവുമായിട്ട് വരുന്നാന്നൊടി? പാട്ടുപാടാൻ ആൾക്കാർ വരുന്നുണ്ടോ? അതൊന്നുമല്ല, ഇന്ന് അച്ഛൻ ഭവന സന്ദർശനത്തിനായിട്ട് വരുവാ. അച്ഛന് വേറെ പണിയൊന്നുമില്ല, വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവധിയാണ്. ഇന്നൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചത്, ഒരു അവധി കിട്ടിയത് ഇങ്ങനെ പോയില്ലേ? ദൈവദൂഷണം പറയാതെ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾക്ക് വേണ്ടി അച്ഛനെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. എടിയേ, ആ കുർത്തം കെട്ടവന്മാരൊന്നും ഇതുവരെ എഴുന്നേറ്റില്ലേ? ആ പിന്നെ, മിക്കവാറും സന്ദർശനവും കഴിഞ്ഞ് അച്ഛൻ പോയാലും അവർ എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലും തോണ്ടി ഇരിപ്പല്ലേ? പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. What's up, Dad? What's up, Mom? അവന്റെ ഒരു വാട്സപ്പ്. സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറിന് നേരത്തെ ആണല്ലോ. Yeah, Mom. I woke up early. വെറുതെ ഇവിടെ വന്ന കുന്തത്തിൽ കുത്തിക്കൊണ്ടിരിക്കാതെ ബാക്കിയുള്ള 2 എണ്ണത്തിനെയും കൂടി കുത്തിപ്പോക്ക്. എന്നിട്ട് പോയി ആ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടേ. കർത്താവേ, അച്ഛനെങ്ങാനും ആ മുറിയിലോട്ട് വല്ലതും പോയാൽ ബോധം കെട്ട് വീഴും. Stop it, Mom. Ugh, I'm going. എടിയേ, നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറേ ആയി. തപ്പി കണ്ടുപിടിക്കണം, എവിടാണോ എന്തോ. ആഹാ, 2 ആളും എഴുന്നേറ്റ് വന്നോ? എല്ലാവരോടുമായിട്ട് പറയുക, വേഗം ബൈബിള് തപ്പിയെടുത്തേ. അച്ഛൻ വരുമ്പോൾ ഇവിടെ ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ മഹാ നാണക്കേടാ. ഇടി, നീ അപ്പുറത്തെ സാലിയന്റിയുടെ വീട്ടിൽ പോയി ഒരു ബൈബിൾ മേടിച്ചോണ്ട് വന്നേ. Oh no, Mom. Why? I don't want to go to Sally Auntie's house. She talks too much. I'll go to Mary Auntie's house if you want. വേണ്ട വേണ്ട വേണ്ട. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂജയെ ഓടിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയതാ. അന്ന് പുറത്തു പറയാൻ കൊള്ളാത്തൊക്കെ ഞാൻ അവളെ വിളിച്ചു. മാത്രവുമല്ല, അവളുടെ സ്വഭാവം എനിക്ക് അത്ര പിടിക്കത്തില്ല. വേഗം പോയി സാലിയന്റെ വീട്ടിൽ നിന്നും ബൈബിൾ വാങ്ങിയിട്ട് വാ. ആ, എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും സുഖമല്ലേ? ക്രിസ്തുമസ് ഒക്കെ എവിടെ വരെയായി? വാ അച്ഛാ, ഇരിക്കേ. ഒരാളെയും കൂടി ഇവിടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്തിയേ? എടി അമ്മു, നീ പോയി അമ്മച്ചിയെ വിളിച്ചോണ്ട് വാ. അച്ചോ, സുഖമല്ലേ? കണ്ടതി സന്തോഷം. സുഖമായിരിക്കുന്നു അമ്മച്ചി. അമ്മച്ചിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആ,
കർത്താവിന്റെ കൃപ കൊണ്ട് അങ്ങനെയൊക്കെ പോകുന്നു. അച്ചോ, പ്രായമൊക്കെ ഒത്തിരി ആയില്ലേ? മൈക്കിളെ, കുറച്ചുനാളായല്ലോ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛ. ആകെപ്പാടെ ജോലിയില്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ചയാണ്. അന്ന് രാവിലെ പള്ളി പോയാൽ ഒരു ദിവസം പോക്കാണ്. ഞായറാഴ്ചത്തെ കുർബാന കടമാക്കി വെക്കേണ്ടതല്ല എന്ന് നിങ്ങൾക്കൊന്നും അറിയില്ലേ? അച്ഛാ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ആ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് $1000 കടം വാങ്ങിയിട്ട് ഇതുവരെ തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യൻ്റെ അച്ഛാ. അച്ഛനൊന്ന് പറഞ്ഞേക്കണേ, ഒന്ന് തിരിച്ചു തരാൻ. ആ കടം അല്ല ത്രേസ്യാമ്മേ. ഞായറാഴ്ച കുർബാന നന്നായിട്ട് ഒരുങ്ങി വന്ന് പങ്കെടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയിൽ ഏറ്റവും നന്നായി ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ റയനെ, നിന്നെ പള്ളിയിലോട്ട് കണ്ടിട്ട് കുറെ നാളുകളായല്ലോ. Achin, when was the last time we had good food at Palli? Family Sunday had great food. I think I was there then. അപ്പൊ നിങ്ങളുടെ കാര്യം എങ്ങനെയാ? It's not that I don't have interest. ഭയങ്കര തിരക്കാ. സ്കൂള് കഴിഞ്ഞിട്ട് ഹോംവർക്ക്, ഖുമാൻ, ഡാൻസ് ക്ലാസ്, ഒട്ടും സമയമില്ല. I only get rest on Sundays. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതിനെല്ലാം ഇടയിൽ ആകെ ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണെന്നർത്ഥം. അപ്പോ മോളെ മാളു, നീ എന്താ പള്ളിയിൽ വരാത്തത്? I come to church, Achin. I come for Sunday school. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നിന്നെ മുൻപിൽ തന്നെ കണ്ടോണം. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. ഞാൻ പറഞ്ഞു കൊടുത്താൽ ഇവർക്കൊന്നും ഒരു വിലയുമില്ല, അനുസരണയുമില്ല. അതിന് ത്രേസ്യാമ്മ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ വരാറുണ്ടോ? ഇല്ല അച്ഛാ, സമയം കിട്ടുന്ന ഞായറാഴ്ചയൊക്കെ വരാൻ നോക്കും. കുടുംബ പ്രാർത്ഥനയെങ്കിലും നടക്കുന്നുണ്ടോ? അതങ്ങനെ അല്ല അച്ഛ. ജോലി കഴിഞ്ഞു വരുമ്പോൾ ഒരു സമയമാകും, പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാന്നേൽ ട്യൂഷനും എക്സ്ട്രാ ആക്ടിവിറ്റീസും ഇല്ലാതെ അവരെ എവിടെയും എത്തിക്കാനും പറ്റില്ല. മക്കളെ, ഇതിനിടയിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? Even if we lose our food time and bath time, we have to do all of these things on time. It's the rule here, Achin. എന്റെ ദൈവമേ, ഇതിലും നല്ലത് വല്ല ആസാമിലോ ഗുജറാത്തിലോ കിടക്കുന്നതായിരുന്നു. എന്നാൽ നമ്മൾക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എബ്രായർ 11:1 വായിച്ചേ. Do I have to read the Bible? കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. ഈ ക്രിസ്തുമസ് വേളയിൽ ക്രിസ്തുവിനു വേണ്ടി ജീവിക്കാൻ പഠിക്കണം. ഞായറാഴ്ചയും നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിൽ എല്ലാം കുർബാനയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും എല്ലാം പങ്കെടുക്കണം. അതും കുടുംബമായി തന്നെ. അതുപോലെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛ? ക്രിസ്തു നമ്മൾക്കു വേണ്ടി ജനിച്ചു, മരിച്ചു. അവനിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ഒരു കഷ്ടവും വരില്ല. നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്താലും യേശുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ എല്ലാം വ്യർത്ഥമായി പോകും. നിങ്ങളെക്കൊണ്ട് പറ്റും. ദൈവത്തിന് മുൻഗണന കൊടുക്കണം. നമ്മുടെ പേരും പെരുമയും ഒന്നും മരിച്ചാൽ കൊണ്ടുപോകാൻ കഴിയില്ല. മൈക്കിളെ, മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇനി നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് പള്ളിയിൽ കാണണം കേട്ടോ. ഞങ്ങൾക്ക് തെറ്റിപ്പോയച്ച, ഞങ്ങളോട് ക്ഷമിക്കണം. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ പള്ളിയിൽ വരും അച്ഛ. കുടുംബ പ്രാർത്ഥനയും മുടക്കില്ല അച്ഛാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവരോട് കരുണ തോന്നണമേ കർത്താവേ. ഈ ക്രിസ്തുമസ് കാലത്തിൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു എന്ന് ഇവർക്ക് കാണിച്ചു കൊടുത്തതിന് നന്ദി. ക്രിസ്തുമസ് ആയിട്ട് നല്ലൊരു പാട്ട് പാടിക്ക്. ദുഷ്ടമാനസരായി